ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 2 മണിക്കൂറാണ് നമുക്ക് സമയമുള്ളത്. ഇവിടെ നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ് പേരെഴുതണം, പിന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരെഴുതണം, നെയിം ഓഫ് ദ സ്കൂൾ എഴുതണം, ഡിവിഷൻ എഴുതണം, പിന്നെ സിഗ്നേച്ചർ ഓഫ് ദ ടീച്ചർ, സിഗ്നേച്ചർ ഓഫ് ദ പാരൻറ്റ്. ഓക്കെ, എന്തൊക്കെയാണ് ആക്ടിവിറ്റി ഉള്ളത്? കോംപ്രിഹെൻഷൻ ഉണ്ടാവും. അറിയാമല്ലോ, ഒരു പാസേജ് തരും, അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. 5 ചോദ്യം ഉണ്ടാവും, അതിൽ തന്നെ ഉത്തരവും ഉണ്ടാവും. നമ്മൾ നല്ലവണ്ണം പാസേജ് വായിച്ചിട്ട് അതിൽ നിന്ന് ഉത്തരം കണ്ടുപിടിക്കാം. പിന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനുണ്ട്, പിന്നെ തോട്ട്സ് ഉണ്ട്, റീഡ് ആൻഡ് എൻജോയ്, കോൺവെർസേഷൻ, വേർഡ് പസിൽ. അങ്ങനെ 6 ആക്ടിവിറ്റീസാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ നമ്മൾ എത്ര ആക്ടിവിറ്റീസ് ചെയ്താൽ മതി? 4 ആക്ടിവിറ്റീസ്. അതായത് ആദ്യത്തെ ആക്ടിവിറ്റി നിർബന്ധമാണ്, ഇതെന്തായാലും നമ്മൾ ചെയ്യണം. പിന്നീടുള്ളതിന് 4 ആക്ടിവിറ്റി, മൊത്തം 5 ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. റീഡ് ദ സ്റ്റോറി ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അപ്പോൾ സ്റ്റോറി വായിക്കുക, എന്നിട്ട് ചോദ്യത്തിന് ഉത്തരം നൽകുക. ദ വിൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ എന്താണ്? കാറ്റാണ്. ആൻഡ് ദ സൺ, കോറൽഡ്. ഇപ്പം വിൻഡും സണ്ണും അല്ലേ, കാറ്റും സൂര്യനും. കോറൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഴക്ക് കൂടുക, ഈച്ച് അതർ. ഇപ്പം ദ വിൻഡ് ആൻഡ് ദ സൺ കോറൽഡ് ഈച്ച് അതർ. ദ വിൻഡ് സെഡ്, എന്താ കാറ്റ് പറഞ്ഞത്? ഐ ആം സ്ട്രോങ്ങർ ദാൻ യു, ഞാൻ നിന്നെക്കാട്ടും ശക്തിയുള്ളവനാണ്, സ്ട്രോങ് ആണ്. എന്താ പറഞ്ഞാൽ? ഐ ആം സ്ട്രോങ്ങർ ദാൻ യു. ആര് പറഞ്ഞു? വിൻഡ് പറഞ്ഞു. അപ്പോൾ സൺ എന്ത് പറഞ്ഞു? സൺ റിപ്ലൈഡ്, നോ, ഐ ആം സ്ട്രോങ്ങർ ദാൻ യു, ഞാനാണ് നിന്നെക്കാളും സ്ട്രോങ് എന്ന് ആര് പറഞ്ഞു? സൺ പറഞ്ഞു. ദേ സോ എ മാൻ വാക്കിംഗ് അലോങ് ദ റോഡ്. അപ്പോൾ അവരാരെ കണ്ടു? ദേ സോ എ മാൻ വാക്കിംഗ് അലോങ് ദ റോഡ്. അവർ റോഡിലൂടെ നടക്കുന്ന ഒരാളെ കണ്ടു. ഐ ക്യാൻ ടേക്ക് ഓഫ് ഹിസ് കോട്ട് സെഡ് ദ വിൻഡ്. I can take off his coat said the wind. വിൻഡ് എന്താ പറഞ്ഞത്? എനിക്ക് അയാളെ കോട്ട് എടുത്ത് മാറ്റാൻ കഴിയും. ദ വിൻഡ് ബ്ലൂ ആൻഡ് ബ്ലൂ. ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്? വീശാൻ തുടങ്ങിയ. ബട്ട് ഹി കുഡിൻറ്റ് ടേക്ക് ഓഫ് ദ മാൻസ് കോട്ട്. പക്ഷെ അയാൾക്ക് വിൻഡിന് ആ കോട്ട് അയക്കാൻ പറ്റിയോ? ഇല്ല. ബട്ട് ഹി കുഡിൻറ്റ് ടേക്ക് ഓഫ് ദ മാൻസ് കോട്ട്. ഐ ക്യാൻ ടേക്ക് ഓഫ് ഹിസ് കോട്ട് സെഡ് ദ സൺ. അപ്പോൾ സൺ എന്ത് പറഞ്ഞു? എനിക്ക് ആ കോട്ട് ഊരിക്കാൻ പറ്റും. ആൻഡ് ദ സൺ ഷൈൻഡ് ബ്രൈറ്റ്. സൺ എന്തായി? നല്ലവണ്ണം ബ്രൈറ്റ് ആക്കാൻ തുടങ്ങി. ബ്രൈറ്റ് ആയാൽ എന്താ സംഭവിക്കുക? ചൂട് കൂടുമല്ലേ. ദ സൺ ഷൈൻഡ് ബ്രൈറ്റ്. ദ മാൻ ഫെൽറ്റ് ഹോട്ട്. അപ്പോൾ അയാൾക്ക് ഭയങ്കര ചൂട് അനുഭവപ്പെട്ടു. ആൻഡ് ടുക്ക് ഓഫ് ഹിസ് കോട്ട്. അങ്ങനെ അയാളുടെ കോട്ട് ഊരി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. നമുക്ക് ചോദ്യം വായിച്ച് നോക്കാം. ഹൂ ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി? അപ്പോൾ ഇവിടെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോറിയിലെ കഥാപാത്രങ്ങൾ. അപ്പോൾ നമ്മൾ ആരൊക്കെ കണ്ടു? ആദ്യം നമ്മൾ വിൻഡിനെ കണ്ടു, പിന്നെ സണ്ണിനെ കണ്ടു, പിന്നെ വേറൊരാളാരാണ്? മാന്. 3 ആളല്ലേ ഇതിലെ ക്യാരക്ടേഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദ വിൻഡ്, ദ സൺ, ദ മാൻ. ഇനി അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഡിഡ് ദ വിൻഡ് ഡു ടേക്ക് ഓഫ് ദ മാൻസ് കോട്ട്? വാട്ട് ഡിഡ് ദ വിൻഡ് ഡു ടു ടേക്ക് ഓഫ് ദ മാൻസ് കോട്ട്? അപ്പോൾ മാനിൻ്റെ ആളുടെ കോട്ട് ഊരാൻ വേണ്ടിയിട്ട് വിൻഡ് എന്താ ചെയ്തത്? ഇവിടെ രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ദ വിൻഡ് ടു ഡു ടേക്ക് ഓഫ് മാൻസ് കോട്ട്? എന്താണ് കാറ്റ് ചെയ്തത്? അതിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട്. ദ വിൻഡ് ബ്ലൂ ആൻഡ് ബ്ലൂ. അപ്പം നമുക്ക് എന്ത് എഴുതാം? ദ വിൻഡ് ബ്ലൂ ആൻഡ് ബ്ലൂ. ദ വിൻഡ് ബ്ലൂ ആൻഡ് ബ്ലൂ. മൂന്നാമത്തെ ചോദ്യം, വൈ ഡിഡ് ദ മാൻ ടേക്ക് ഓഫ് ഹിസ് കോട്ട്? എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ കോട്ട് ഊരിയത്? എന്തുകൊണ്ടാണ്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ ഉണ്ട്. ദ മാൻ ഫെൽ ഹോട്ട് ആൻഡ് ടുക്ക് ഓഫ് ഹിസ് കോട്ട്. എന്തുകൊണ്ടാണ്? ദ മാൻ ഫെൽറ്റ് ഹോട്ട്. ആ മനുഷ്യന് ചൂട് തോന്നി, അതുകൊണ്ട് കോട്ടൂരി. ഇനി അടുത്തത്, ഹൂ ഈസ് സ്ട്രോങ്? അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാകാം? വിൻഡാണോ സണ്ണാണോ സ്ട്രോങ്? ആരാണ് സ്ട്രോങ്? സണ്ണാണ്. സൂര്യൻ.
Who is stronger? The sun. ഇനി അടുത്തത് റൈറ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി. ഈ സ്റ്റോറിക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാനാണ്. നമുക്ക് എന്ത് എഴുതാം? ദ വിൻഡ് ആൻഡ് ദ സൺ എഴുതാം. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ ഇവിടെ ഉണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 2 ഡിസ്ക്രിപ്ഷൻ ആണ്. ലുക്ക് അറ്റ് ദ പിക്ചർ, ഡിസ്ക്രൈബ് ഇറ്റ്. അപ്പോൾ പിക്ചർ കണ്ടിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സീൻ. നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സീൻ. എ ഗേൾ ഈസ് ലോഞ്ചിങ് പേപ്പർ ബോട്ട്. അപ്പോൾ ഒരു കുട്ടി പേപ്പർ ബോട്ട് ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ എ ഗേൾ ഈസ് ലോഞ്ചിങ് പേപ്പർ ബോട്ട്. ഷീ ഈസ് ഹാപ്പി. നല്ല സന്തോഷത്തിലാണ്. ഷീ ഈസ് ഹാപ്പി. ദർ ഈസ് എ ഫ്രോഗ് ആൻഡ് ഫിഷ് ഇൻ ദ പോണ്ട്. അപ്പോൾ ഇവിടെ ഒരു പോണ്ട് ഉണ്ട്. പോണ്ടിൽ ആരൊക്കെ ഉണ്ട്? ഫിഷ് ഉണ്ട്, അതേപോലെ തന്നെ ഫ്രോഗ് ഉണ്ട്. പിന്നെ അവിടെ എവിടെയായിട്ട് കുറേ ട്രീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ദർ ആർ മെനി ട്രീസ്. പിന്നെ ഒരു ഹട്ട് ഉണ്ടല്ലേ, ദർ ഈസ് എ ഹട്ട് നിയർ ബൈ ഹിൽ. ഇനി അടുത്തത് ഒരു തോട്ട്സ് ആണ്. പിങ്കളാസ് ഫാദർ സോ ഹിസ് സൺ വർക്കിംഗ് ഹാർഡ് ടു മേക്ക് ദ സീഡ് സ്പ്രൗട്ട്. അപ്പോൾ പിങ്കളയുടെ അച്ഛൻ എന്ത് കണ്ടാണ്? സോ ഹിസ് സൺ, അദ്ദേഹത്തിൻ്റെ മകൻ വർക്കിംഗ് ഹാർഡ്, വളരെ ബുദ്ധിമുട്ടി വളരെ കഷ്ടപ്പെടുകയാണ്. ടു മേക്ക് ദ സീഡ് സ്പ്രൗട്ട്, ആ സീഡ് ഒന്ന് മുളയ്ക്കാൻ വേണ്ടിയിട്ട്. ഹീ ഫെൽ സോറി ഫോർ പിങ്കള. അപ്പം ഭയങ്കര സങ്കടം തോന്നി. ഓൾ ചിൽഡ്രൻസ് വെർ ഗോയിങ് ടു ദ പാലസ് വിത്ത് വെൽ ഗ്രൗണ്ട് പ്ലാന്റ്സ്. എല്ലാ കുട്ടികളും നല്ല തളിർത്ത പ്ലാന്റ്സും ആയിട്ടാണ് പാലസിലേക്ക് പോകുന്നത്. ഹീ ആസ്ക്ഡ് പിങ്കള ടു ഗോ ടു ദ പാലസ് വിത്ത് ദ എംപ്റ്റി പോട്ട് ആൻഡ് ടു ടെൽ ദ കിങ് ദാറ്റ് ഹീ ട്രൈഡ് ഹിസ് ബെസ്റ്റ്. അപ്പോൾ പിങ്കള എങ്ങനെയാണ് പോകുന്നത്? വിത്ത് എംപ്റ്റി പോട്ട്, പോട്ടിൽ ഒന്നില്ലാതെയാണ് പിങ്കള പോകുന്നത്. ആൻഡ് ടു ടെൽ ദ കിങ് ദാറ്റ് ഹീ ട്രൈഡ് ഹിസ് ബെസ്റ്റ്. അപ്പോൾ കിങ്ങിനോട് പറയാൻ ഞാൻ എൻ്റെ ഏറ്റവും മാക്സിമം ട്രൈ ചെയ്തു, പക്ഷേ എനിക്ക് വിത്ത് മുളപ്പിക്കാൻ കഴിയില്ല. പിങ്കളാസ് ഫാദർ വാച്ച്ഡ് ഹിം ഗോയിങ് ടു ദ പാലസ് വിത്ത് ദ എംപ്റ്റി പോട്ട്. അപ്പോൾ മകൻ ഈ ഒരു എംപ്റ്റി പോട്ടായിട്ട് പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഹീ ബിക്കെയിം വറീഡ് ആൻഡ് ബിഗാൻ ടു തിങ്ക് അബൌട്ട് ഹിസ് ചൈൽഡ്. അപ്പോൾ ഭയങ്കര സങ്കടം തോന്നി, പിങ്കളയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. റൈറ്റ് ദ തോട്ട്സ് ഓഫ് പിങ്കളാസ് ഫാദർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ തോട്ട്സ് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഓ നോ, പിങ്കളാസ് പോട്ട് ഈസ് എംപ്റ്റി. ഓ നോ, പിങ്കളയുടെ പോട്ട് എംപ്റ്റി ആണല്ലോ. അതേഴ്സ് ഹാവ് നൈസ് പ്ലാന്റ്സ്. മറ്റുള്ളവർക്കൊക്കെ നല്ല നൈസ് പ്ലാന്റ്സ് ഉണ്ട്. ഐ ഹോപ്പ് ദ കിങ് ഈസ് കൈൻഡ് ടു ഹിം. എനിക്ക് തോന്നുന്നു ഞാൻ വിചാരിക്കുകയാണ് രാജാവ് അവനോട് എന്തെങ്കിലും ദയ തോന്നുന്നു വിചാരിക്കുകയാണ്. ഐ ഫീൽ ബാഡ് ഫോർ പിങ്കള. പിങ്കളയെ ആലോചിച്ച് എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. ഹീ ട്രൈഡ് ഹാർഡ്. അവൻ വളരെയധികം കഷ്ടപ്പെട്ടു. ഐ ഹോപ്പ് ഹീ ഈസ് ഓക്കെ. അവൻ ഓക്കെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്നുകൂടി വായിക്കാം. ഓ നോ, പിങ്കളാസ് പോട്ട് ഈസ് എംപ്റ്റി. അതേഴ്സ് ഹാവ് നൈസ് പ്ലാന്റ്സ്. ഐ ഹോപ്പ് ദ കിങ് ഈസ് കൈൻഡ് ടു ഹിം. ഐ ഫീൽ ബാഡ് ഫോർ പിങ്കള. ഹീ ട്രൈഡ് ഹാർഡ്. ഐ ഹോപ്പ് ഹീ ഈസ് ഓക്കെ. ഇനി നമുക്ക് നാലാമത്തെ ആക്ടിവിറ്റി നോക്കാം. റീഡ് ആൻഡ് എൻജോയ്. ഗ്രാൻഡ്മ ബ്രോട്ട് എ ടേസ്റ്റി ഡിഷ്. ഗ്രാൻഡ്മ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് കൊണ്ടുവന്നു. ഐ തോട്ട് ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് ഫിഷ്. ഞാൻ വിചാരിച്ചു അത് ഫിഷ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ലുക്ക്ഡ് സോ എമ്മി, തിക്ക് ആൻഡ് റെഡ്. നല്ല എമ്മി ആയിരുന്നു, തിക്കായിരുന്നു, റെഡായിരുന്നു. നൈസ് ടു ഹാവ് ഇറ്റ് വിത്ത് ബ്രെഡ്. ബ്രെഡുമായിട്ട് കഴിക്കാൻ നല്ല രസമുണ്ട്. ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ പോയം. ഞാൻ നല്ലൊരു പോയത്തിന് ഒരു ടൈറ്റിൽ കൊടുക്കാനാണ്. ഇനി അടുത്തത് പറഞ്ഞാൽ ഫൈൻഡ് ഔട്ട് റൈമിങ് വേർഡ്സ് ആൻഡ് റൈറ്റ് ബിലോ. ഇനി വാട്ട് ഈസ് ദ പോയം അബൌട്ട്? 3 ചോദ്യമാണുള്ളത്. ആദ്യത്തെ ചോദ്യം എന്താണ്? നല്ലൊരു ടൈറ്റിൽ കൊടുക്കാനാണ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? യമ്മി ഫുഡ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രാൻഡ് മാസ് ഫുഡ് എന്നോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുക. എന്താണ്? യമ്മി ഫുഡ് അല്ലെങ്കിൽ ഗ്രാൻഡ് മാസ് ഫുഡ്. ഇനി റൈമിങ് വേർഡ്സ്. റൈമിങ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഓരോ പോയത്തിൻ്റെ എൻഡിൽ നോക്കണം നമ്മൾ. ഓരോ പോയത്തിൻ്റെ എൻഡിൽ കാണുമ്പോൾ ഇവിടെ ഡിഷ്, ഫിഷ്. അപ്പോൾ 2 ഷ് എന്നുള്ള സൗണ്ടിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഫിഷ്
ഡിഷ്. അപ്പോൾ ഇതിനെയാണ് ഒരേ സൗണ്ടിൽ അവസാനിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, റൈമിങ് വേർഡ്സ് എന്ന് പറയാം. അപ്പോൾ ഒരു റൈമിങ് വേർഡ്സ് ഇതാണ്, ഫിഷും ഡിഷും. ഇനി അടുത്ത നോക്കൂ, റെഡ് ബ്രെഡ്. ഏറ്റവും ലാസ്റ്റത്തെ വേർഡാണ് നോക്കേണ്ടത്. നമ്മൾ ഒരു പോയത്തിൻ്റെ ലാസ്റ്റത്തെ വേർഡ് നോക്കിയാൽ ഇവിടെ നോക്കാം, റെഡ് ബ്രെഡ്. അത് രണ്ടും ഡി എന്നുള്ള അക്ഷരത്തിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഇതും ഒരു ജോഡിയാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഫിഷ് ഡിഷ് അല്ലെ റെഡ് ബ്രെഡ്. ഇതാണ് ഇതിലെ റൈമിങ് വേർഡ്സ്. ഇനി വാട്ട് ഈസ് ദ പോയം അബൌട്ട്? ഈ പോയം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഗ്രാൻഡ്മയുടെ ഫുഡിനെ കുറിച്ചാണല്ലേ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ദ പോയം ഈസ് അബൌട്ട് എ കിഡ് ഹൂ ലൈക്സ് ഗ്രാൻഡ്മാസ് ഫുഡ്. ഒരു കിഡിനെ കുറിച്ചാണ്. ആ കുട്ടിക്ക് എന്താണ്, ആ ഗ്രാൻഡ്മയുടെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ദ പോയം ഈസ് അബൌട്ട് എ കിഡ് ഹൂ ലൈക്സ് ഗ്രാൻഡ്മാസ് ഫുഡ്. ഇനി അടുത്തത് കോൺവെർസേഷനാണ്. ദ ബോയ് വാസ് വാൻഡറിങ് ബൈ ദ സൈഡ് ഓഫ് ദ സ്ട്രീം. ഹീ സോ എ ഗേൾ സിറ്റിംഗ് നിയർ ദ സ്ട്രീം ആൻഡ് ലോഞ്ചിങ് പേപ്പർ ബോട്ട്സ്. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ സ്ട്രീമിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോയായിരുന്നു. അപ്പോൾ എന്താ കണ്ടത്, ഹീ സോ എ ഗേൾ, ഒരു കുട്ടിയെ കണ്ടു, പെൺകുട്ടിയെ കണ്ടു. സിറ്റിംഗ് നിയർ ദ സ്ട്രീം, സ്ട്രീമിൻ്റെ അടുത്ത്, അരുവിയുടെ അടുത്ത് ഇരിക്കുന്നതായിട്ട് കാണുന്നു. ലോഞ്ചിങ് പേപ്പർ ബോട്ട്സ്, പേപ്പർ ബോട്ട്സ് ലോഞ്ച് ചെയ്യാണ്. യെല്ലോ, ബ്ലൂ, റെഡ്, ദർ വർ ഇൻ മെനി കളേഴ്സ്, പല കളറും ഉണ്ട്. ഹി ഡിഡിൻറ്റ് നോ ഹൗ ടു മേക്ക് പേപ്പർ ബോട്ട്സ്, പക്ഷെ അവനക്കറിയില്ല എങ്ങനെയാണ് ഈ പേപ്പർ ബോട്ട് ഉണ്ടാക്കുന്നത്. ഹി ഡിഡിൻറ്റ് നോ ഹൗ ടു മേക്ക് പേപ്പർ ബോട്ട്സ്. ഹി ഗേസ്ഡ് അറ്റ് ദ കളർഫുൾ ബോട്ട്സ്. ഹി അപ്രോച്ച്ഡ് ദ ഗേൾ. റൈറ്റ് ദ, അപ്പോൾ അവനക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കണം എന്നറിയില്ല. അപ്പോൾ അവന് ആ കുട്ടിയെ സമീപിച്ചു. ഹി അപ്രോച്ച്ഡ് ദ ഗേൾ. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ ഗേൾ. അപ്പോൾ അവർ തമ്മിൽ ഒന്ന് പേപ്പർ ബോട്ട് ഉണ്ടാക്കി തരുമോ, അതെങ്ങനെയാണ് ഉണ്ടാക്കിയത്, എന്നെ പഠിപ്പിച്ച് തരുമോ എന്നൊക്കെ ആയിരിക്കുമല്ലോ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബോയ് ആദ്യം തന്നെ ചോദിച്ചെന്താണ്, ഹൗ ബ്യൂട്ടിഫുൾ ദീസ് ബോട്ട്സ് ആർ, ഹൂ മെയ്ഡ് ഓൾ ദീസ്. എന്ത് രസമാണ്, ഹൗ ബ്യൂട്ടിഫുൾ ദീസ് ബോട്ട്സ് ആർ, ഹൂ മെയ്ഡ് ഓൾ ദീസ്, ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്. അപ്പോൾ ഗേൾ പറയണ, ഐ മെയ്ഡ് ദം, ഞാനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എന്താണ് കുട്ടി പറയുന്നത്, ഐ മെയ്ഡ് ദം, ഞാനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ബോയ് ചോദിക്കുകയാണ്, ക്യാൻ യു ടീച്ച് മീ, നിനക്ക് എന്നെ കൂടി പഠിപ്പിക്കാൻ പറ്റുമോ. ക്യാൻ യു ടീച്ച് മീ, ക്യാൻ യു ടീച്ച് മീ എന്ന് പറഞ്ഞാൽ എന്താ, നിനക്ക് എന്നെ കൂടി പഠിപ്പിക്കാൻ പറ്റുമോ. അപ്പോൾ ഗേൾ പറയും, യെസ് ഐ ക്യാൻ, എനിക്ക് നിന്നെ പഠിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഗേൾ പറയും, ഫസ്റ്റ് ടേക്ക് എ പീസ് ഓഫ് പേപ്പർ, ആദ്യം നീ ഒരു കഷ്ണം പേപ്പർ എടുക്കുക. അപ്പം പോയി പറയും ഓക്കെ. അപ്പം ഗേൾ പറയും, നൗ ഫോൾഡ് ഇറ്റ് ലൈക്ക് ദീസ്, നീ അത് മടക്കുക. അപ്പം പോയി പറഞ്ഞു, ഐ ഡിഡ് ഇറ്റ്. അപ്പം ഗേൾ പറയും, ഗ്രേറ്റ് ജോബ്, വളരെ നന്നായി, ലെറ്റ് us ലോഞ്ച് ദം. അപ്പോൾ അവൻ്റെ അങ്ങനെ പേപ്പർ ബോട്ട് ഉണ്ടാക്കി. ദർ ആർ സെയിലിംഗ്, അതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. സെയിലിംഗ് എന്ന് പറഞ്ഞാൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തൊക്കെയാണ് പറയുക. ഗേൾ പറഞ്ഞു, ഐ മെയ്ഡ് ദം, ക്യാൻ യു ടീച്ച് മീ. അപ്പോൾ യെസ് ഐ ക്യാൻ, ഫസ്റ്റ് ടേക്ക് എ പീസ് ഓഫ് പേപ്പർ, ഓക്കെ, നൗ ഫോൾഡ് ഇറ്റ് ലൈക്ക് ദിസ്, ഐ ഡിഡ് ഇറ്റ്. അപ്പം ഗേൾ പറയും, ഗ്രേറ്റ് ഷോ, ലെറ്റ് us ലോഞ്ച് ദം. ഇനി അടുത്തത് വേർഡ് പസിലാണ്. അപ്പോൾ നമുക്ക് റീഡ് ദ ക്ലൂസ് ഗിവൺ ബിലോ. അപ്പോൾ ഇതിന് ചില അക്ഷരങ്ങളൊന്നും ആൽഫബറ്റ്സൊക്കെ മിസ്സിങ് ആണ്, പക്ഷേ അത് നമുക്ക് ഫില്ല് ചെയ്യാൻ ഇവിടെ ക്ലൂസ് ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. അന്ന പ്ലേസ്ഡ് ദ പേപ്പർ ബോർഡ്സ് ഇൻ ദ ഡാഷ്. അപ്പോൾ അന്ന പേപ്പർ ബോർഡ്സ് എവിടെയാണ് ഇട്ടത്, അത് നമ്മൾ ഒന്നാമത്തേതിലാണ് നമ്മൾ എഴുതേണ്ടത്. അതിന് ക്ലൂ തന്നിട്ടുണ്ട്, 6 ലെറ്റേഴ്സാണ്, പക്ഷേ ഇടയ്ക്കുള്ള ലെറ്ററൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത് എസ് വെച്ച് തുടങ്ങുന്നത് നമ്മൾ പഠിച്ചതാണല്ലേ, STREAM, എന്താണ്, സ്ട്രീം അല്ലേ, STREAM, സ്ട്രീം. ഓക്കെ, ആദ്യത്തെ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ് പറയുന്നത്, ദിസ് മേക്സ് ദ എർത്ത് കൂൾ ആൻഡ് ഹാപ്പി. ദിസ് മേക്സ് ദ എർത്ത് കൂൾ ആൻഡ് ഹാപ്പി. ആ ഭൂമിയെ നല്ല തണുപ്പിക്കുന്നതും സന്തോഷമാക്കുന്നതും ഒക്കെ ആരാണ്, 4 ലെറ്റേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, 6ഉം എന്നും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും, റെയിൻ, മഴ അല്ലേ. RAIN, റെയിൻ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തതും കിട്ടി. ഇനി അടുത്തത് ട്രാവൽ ഓർ ഫ്ലോ ഇൻ വാട്ടർ, 4 ലെറ്റേഴ്സ്.
ട്രാവൽ ചെയ്യുക അല്ലെങ്കിൽ വെള്ളത്തിലിങ്ങനെ ഒഴുകുക, അതിന് പറയുന്നതാണ് 4 അക്ഷരം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നാലാമത്തത് എന്താ നമുക്ക് എഴുതാം? എന്താ എഴുതാം? സെയിൽ. SAIL, സെയിൽ. ഓക്കെ, SAIL. ഇനി അടുത്തത് ദ ഫാറ്റ് ബോയ് വെൻറ്റ് നിയർ അന്ന. അപ്പം നമുക്ക് നിയർ എന്ന് എഴുതി കൊടുക്കാം ഇവിടെ, NEAR. ഇനി അടുത്ത വെൻ ഇറ്റ് റെയിൻസ് ചിൽഡ്രൻസ് ലൈക്ക് ടു പ്ലേ വിത്ത് ഇറ്റ്. എന്താണ്? MUD, മഡിൽ കളിക്കാനാണല്ലോ കുട്ടികൾക്ക് ഇഷ്ടം. അപ്പോൾ 3 ലെറ്റർ ഉള്ളത് MUD, മഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ 6 ആക്ടിവിറ്റീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ 5 ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്താൽ മതി. ആദ്യത്തെ ആക്ടിവിറ്റി എന്തായാലും ചെയ്യണം, നിർബന്ധമാണ്. ബാക്കിയുള്ള 5 എണ്ണത്തിൽ നിന്ന് 4 എണ്ണം ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.